PDP എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയ വർഗീയ പരാമർശം നിങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ്. PDP രൂപീകൃതമായി നാളിതുവരെ യാതൊരുവിധമായ വർഗീയ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. മാത്രമല്ല, അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രവർത്തനങ്ങളിൽ യാതൊരുവിധമായ വർഗീയമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയോ സംഘടന നടത്തുകയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു കേസ് പോലും PDP നേതാക്കന്മാർക്കോ പ്രവർത്തകർക്കെതിരെ ഇല്ല. എന്നാൽ മുസ്ലിം ലീഗിനെ പരിശോധിച്ച് നോക്കുക. നിരവധി വർഗീയ സംഘടനകൾക്കും വർഗീയപരമായ പ്രവർത്തനങ്ങൾക്കും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും ഒരു പരമ്പര തന്നെ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. PDPയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ 1993 ഏപ്രിൽ മാസം 14 രൂപീകൃതമായത് മുതൽ അംബേദ്കറിൻ്റെ ജന്മദിനമാണ് PDPയുടെ രൂപീകരണത്തിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. കേരളത്തിൽ എവിടെയും ഒരു വർഗീയ സംഘർഷത്തിന് കൂട്ടുനിൽക്കുകയോ വർഗീയപരമായ പരാമർശങ്ങൾ നടത്തുകയോ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പ്രസ്ഥാനമാണ് PDP എന്ന് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നടന്നു വരുന്ന മുസ്ലിം ലീഗിനെതിരെ നടന്നു വരുന്ന വളരെ കൃത്യമായ വിമർശനങ്ങൾ, മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി ഉൾപ്പെടെ നടത്തിയ വർഗീയ പരാമർശങ്ങളെ മറയ്ക്കുന്നതിന് വേണ്ടിയാണ് PDPയെ എടുത്തു പറഞ്ഞുകൊണ്ട് PDPയെ SDPIയുമായി ചേർത്ത് കെട്ടിക്കൊണ്ട് ഇത് രണ്ടും തീവ്ര പാർട്ടിയാണെന്നും അതിനെ വളർത്തുന്നത് LDF ആണെന്നും പറഞ്ഞുകൊണ്ടുള്ള പരാമർശം വളരെ ആസൂത്രിതമായി മുസ്ലിം ലീഗിനെതിരെയുള്ള വർഗീയ പരാമർശത്തെ മറയിടുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയിട്ടുള്ളതാണ്. നേരത്തെ PMA സലാം മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞതൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. മുസ്ലിം ലീഗ് തീവ്ര പ്രവർത്തനങ്ങൾ നിരവധി നടത്തുന്ന പ്രസ്ഥാനമാണെന്ന് അന്ന് PMA സലാം INL-ലാണ്, അന്ന് LDF-നോടൊപ്പമാണ് എന്ന് വളരെ കൃത്യമായി മുസ്ലിം ലീഗിനെ വിലയിരുത്തിയ PMA സലാം ഇപ്പോൾ പറയുന്നത് അതിനെ വെള്ളപൂശിക്കൊണ്ട് PDPയെ വർഗീയ പാർട്ടിയായിട്ട് പറയുന്നു. എന്തെങ്കിലും ഒരു PMA സലാമിനോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു വർഗീയപരമായ പ്രവർത്തനം PDP നടത്തിയതായിട്ട് കാണിക്കാൻ കഴിയുമോ? വ്യക്തമാക്കണം, ഒരു ഉദാഹരണം വ്യക്തമാക്കണം. ഇന്നടത്ത് ഇന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തി, അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന് PDP പ്രവർത്തകന്റെ പേരിൽ കേസുണ്ട്. ഇതൊന്നുമില്ലാതെ യാതൊരുവിധമായ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനസമൂഹത്തിൽ നടത്തിയിട്ടില്ല എന്ന് വെളിവായിരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടയില്ല വെടി ഉതിർത്തിരിക്കുകയാണ് ഈ PMA സലാം PDPക്കെതിരായിട്ട്. അപ്പം അതിനെ ഒന്ന് വ്യക്തമാക്കുക എന്നതാണ് നിങ്ങൾ ഇത്രയും കാലമുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കണം. തികച്ചും ജനാധിപത്യ രീതിയിൽ മതേതരത്വ നിലപാടെടുത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ് PDP എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, 92 ഡിസംബർ മാസം 6 നമുക്ക് ആർക്കും മറക്കാനാകാത്ത ദിനമാണ്. ബാബറി മസ്ജിദ്, ഇന്ത്യ രാജ്യത്തെ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് അത് തല്ലി തകർത്ത് തരിപ്പണമാക്കി സരയൂ നദിയിൽ ഒഴുക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ലോകത്തിന്റെ മുന്നിൽ ലജ്ജിക്കേണ്ടി വന്ന സംഭവമാണ്. അങ്ങനെ ഉണ്ടായ സംഭവത്തിൽ
PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനി നടത്തിയ ആഹ്വാനം നിങ്ങൾക്ക് ആർക്കും മറക്കാൻ കഴിയത്തില്ല. 1000 പള്ളി തകർത്താലും ഒരമ്പലത്തിൻ മുറ്റത്തെ ഒരു പിടി മണ്ണ് പോലും വാരരുതെന്ന് ആഹ്വാനം ചെയ്ത ഉദാത്തമായ ഉത്കൃഷ്ടമായ മതേതരത്വത്തിന്റെ പ്രതീകമാണ് PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനി.